അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മനമില്ല മനസ്സോടെ അതാ മണവാട്ടിയെ ഹനീഫയുടെ ഉമ്മ അതാ വീട്ടിലേക്ക് കൈ പിടിച്ച് കയറ്റുകയാണ്. പെട്ടെന്നൊന്നും വീട്ടിലേക്ക് കയറ്റുന്നില്ലായിരുന്നു. എന്നാൽ എല്ലാവരും പറഞ്ഞു, അതേ ആ പുതിയണ്ണ് കുറേ നേരമായില്ലേ അവിടെ ഇരിക്കണേ, ബിയാത്തോ ഓളയെ കൈ പിടിച്ചുകൊണ്ട് കയറ്റിക്ക. അങ്ങനെ അതാ അവളെ കൈ പിടിച്ച് കയറ്റുന്നു. സ്വന്തം ആങ്ങളയുടെ മകളെ കൈ പിടിച്ച് കയറ്റുവാനായിരുന്നു ആഗ്രഹം. പക്ഷേ അത് ആ ഒരു ആഗ്രഹം അവൾക്ക് സാധിപ്പിക്കാൻ പറ്റാത്തതിൻ്റെ ദേഷ്യം കൂടി ഉണ്ടായിരുന്നു റസിയയോട്. അങ്ങനെ മനമെല്ലാ മനസ്സോടു കൂടെ റസിയയെ കൈപിടിച്ച് അകത്തേക്ക് ഇരുത്തുന്നു. മണവാട്ടിയെ വീട്ടിലേക്ക് അതാ കൊണ്ടുവന്നിരുത്തി. റസിയ തല കുനിച്ചിരിക്കുകയാണ്. എന്നാൽ ഹനീഫയുടെ ഉമ്മ മറ്റൊരു രീതിയിലാണ് അവൾ നോക്കുന്നത്. പണ്ടും പണൊക്കെ ശരിക്കും ഉണ്ടേക്കും, കണ്ടിട്ടെന്തോ കുറവുള്ള പോലെ, 50 പോലും തികച്ചില്ലേ, എന്താ അറിയില്ല, പറ്റിക്കാൻ ഇവർ മടിക്കൂലേ സാധനങ്ങൾ. ഏതായാലും സ്ത്രീധനത്തുക വാങ്ങിയതൊന്നും ഹനീഫ് അറിഞ്ഞിട്ടില്ലല്ലോ. എന്നാൽ ആരിഫ അവളുടെ അരികിലേക്ക് ചെന്നു റസിയുടെ. റസിയ, ഏതായാലും ഈ ആഗ്രഹിച്ച പോലെ തന്നെ ഈ വലിയ തറവാട്ടിലേക്ക് ഈ എത്തിയില്ലേ. ഇങ്ങളൊക്കെ എങ്ങനെ പട്ടിണി ആയിട്ട് ജീവിക്കേണ്ട മനുഷ്യന്മാരാണ്. ഇങ്ങളൊക്കെ ഇത്രയും നല്ല വീട്ടിലേക്ക് എത്തുന്നൊക്കെ പറഞ്ഞാലേ ഏതായാലും എൻ്റെ ആ ഒരു കെണി കൊണ്ട് അനീഫ്ക്ക് എൻ്റെ കെണിയിൽ വീണ് എന്നെ കെട്ടും ചെയ്തു അല്ലേ, അതിപ്പോൾ പറയാനുള്ളൂ. എന്നാൽ മണവാട്ടിയായി വന്ന അവളോട് അത് പറയുമ്പോൾ അവൾക്ക് നല്ല ടെൻഷനായിരുന്നു. ആരിഫ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. പിന്നെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും ഞാൻ ആഗ്രഹിച്ച ആളെ ഈ അങ്ങ് നേടിയെടുത്തു. അതെ, അവൾ സ്വകാര്യത്തിൽ പറഞ്ഞു. എല്ലാവരും അത് കണ്ട് ഒരു നിമിഷം അവളുടെ സ്വകാര്യം കേട്ട് എല്ലാവരും എന്തൊരു കുറേ നേരയിലെ പറിച്ചു തുടങ്ങിയിട്ട്, അവർ ഭയങ്കര കൂട്ടാണെന്നേ. ഒരുമിച്ച് അനീഫാൻ്റെ ഷോപ്പിൽ രണ്ടാൾ ഒരുമിച്ചായിരുന്നു അത്ര വർക്ക് ചെയ്തിരുന്നതും. ആ ഒരു സൗഹൃദം പങ്കുവെക്കായിരിക്കും. പക്ഷേ ആരിഫ അവളെ കുത്തി നോവിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ അത് ശരിക്കും ഹനീഫയെ കല്യാണം കഴിച്ചതിലുള്ള ദേഷ്യമായിരുന്നു ആരിഫക്ക്. പാവം റസിയ, അത് അവൾക്ക് അവളുടെ ഭർത്താവിനെ കുറിച്ച് മാത്രമായിരുന്നു പ്രതീക്ഷ. കാരണം വീട്ടിലുള്ളവരെല്ലാം തനിക്കെതിരാണെന്ന് അവൾക്ക് ആ നിമിഷം തന്നെ തോന്നിപ്പോയി. അങ്ങനെ അതാ ആ രാത്രി ഏകദേശം 9 മണിയോടടുത്ത് എല്ലാവരും ഭക്ഷണമെല്ലാം കഴിച്ചു. പാവം റസിയ വളരെയധികം ഭയത്തോടെയായിരുന്നു. ഒരു ഭാഗത്ത് തൻ്റെ പിതാവിൻ്റെ കാര്യം ആലോചിച്ചിട്ട്, പാവൻ്റെ പിതാവ് ആരോടൊക്കെയോ കടങ്ങൾ ചോദിച്ചിട്ടാണ് എനിക്കുള്ള സ്വർണവും പണവുമെല്ലാം തന്നിട്ടുള്ളത്. എങ്കിലും അതെങ്ങനെ എൻ്റെ ഉപ്പാക്ക് ഒപ്പിച്ച് തരാൻ കഴിഞ്ഞു എന്നതിനെക്കുറിച്ച് അവൾ ആകപ്പാടെ ടെൻഷനിലായിരുന്നു. എന്നാൽ അന്ന് അതാ ആരിഫ ദേഷ്യത്തോടെയാണ് അവളെ നോക്കുന്നത്. കാരണം മണിയറയിലേക്ക് ഇപ്പോൾ പ്രവേശിക്കും. എൻ്റെ സ്വപ്ന സുന്ദരനായ ഹനീഫ്കയെ തട്ടിയെടുത്തപ്പോൾ സമാധാനമായി ഓൾക്ക്. അല്ല പിന്നെ എനിക്കത് സഹിക്കാൻ കഴിയില്ല. എന്നാൽ അതാ ഹനീഫയുടെ ഉമ്മയും ആരിഫയുടെ ഭാഗത്തായിരുന്നു. അമ്മായി, ഞാൻ പോവാണ്, ഇനി ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. എന്താടി നീ ഇവിടെ നിന്നോ? അതെ, ഞാൻ ഒരു കാര്യം പറയാം. ഓൾക്ക് മാത്രം വിട്ടുകൊടുക്കൊന്നും വേണ്ട അനീഫ എന്ന് വെച്ചാൽ എൻ്റെ ആരാ? എൻ്റെ അമ്മായിൻ്റെ മോന് കൂടിയാണ്. അതിൻ്റെ അവകാശം ഇവിടെ കാണിച്ചോണ്ടേ എല്ലാത്തിനും ഓളെ കാത്തു നിൽക്കൊന്നും വേണ്ട എൻ്റെ പൊന്നാരമ്മായി. ഇനിയിപ്പോൾ അത് ഹനീഫ്കാക്ക് ഒരവകാശിയായില്ലേ, നമുക്കൊന്നും ഇനി ഇവിടെ സ്ഥാനം ഉണ്ടാവില്ല. ഞാനിവിടെ നിൽക്കുന്നത് ഹനീഫ്കാക്ക് പറ്റൂല. ആര് പറഞ്ഞു? നീ എൻ്റെ ആങ്ങളിൻ്റെ മോളാണ്. നീ ഇവിടെ നിൽക്കണോ നിൽക്കേണ്ടത് ഞാൻ തീരുമാനിക്കും. അല്ലാതെ നീ അങ്ങനെ ഒരിക്കലും തീരുമാനിക്കണ്ട, അവനും തീരുമാനിക്കണ്ട. എന്നാ പിന്നെ അതിനെ നേരെ ഉണ്ടാവുള്ളല്ലോ. അല്ല പിന്നെ. എന്നാൽ അന്ന് അത് പ്രതീക്ഷയോടെ റസിയ മണിയറയിലേക്ക് പ്രവേശിക്കുന്നു. എന്നാൽ അവരുടെ കുടുംബക്കാരികൾ പറഞ്ഞു, അല്ല പാല് കൊടുക്കണ്ടേ? മണിയറയിലേക്ക് പോകുമ്പോഴേ പാല് കൊടുക്കണ്ടേ? എന്തിന്? ഓൽക്കോ പാല് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഓലല്ല പരിചയമല്ലേ. അങ്ങനെയാണ് ഹനീഫയുടെ ഉമ്മ പറഞ്ഞത്. എന്നാൽ അതെല്ലാം കേട്ട് അവൾ ആകെ പേടിച്ച് നിൽക്കുകയാണ്. ആരിഫയാണെങ്കിൽ ദേഷ്യത്തോടെ അവളെ നോക്കുന്നുണ്ട്. ആ നോട്ടം കാണുമ്പോൾ തന്നെ റസിയക്ക് പേടിയാവുകയാണ്. അങ്ങനെ അതാ അവൾ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ മുകളിലത്തെ റൂമിലേക്ക് കയറി പോവുകയാണ്. ഹനീഫ അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവൾ വാതിലിനടുത്ത് ഭയന്ന് നിന്നു. റസിയ, ഇങ്ങോട്ട് വാ പെണ്ണേ എന്ന് പറഞ്ഞ് അവൻ വിളിച്ചു. അവൾ അല്പം നാണത്തോടു കൂടെ അത് അങ്ങോട്ട് ചെന്നു. റസിയ, എന്താ പേടിയുണ്ടോ? പേടി
സാരില്ല കേട്ടോ. പിന്നെ കുത്തുവാക്കുകളും പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാം ക്ഷമിച്ച് ജീവിക്കുക. നമ്മുടെ ജീവിതം, അതെ, ഞാൻ നിന്നെ വിവാഹം കഴിക്കുന്നതും അതൊന്നും ആർക്കും, ഇക്ക, ഞാൻ ഉപ്പയോട് പലവട്ടം പറഞ്ഞതാണ് ഈ ഒരു വിവാഹം അവർക്ക് ഇഷ്ടമുണ്ടാവില്ല എന്നുള്ളത്. റസിയ, അപ്പോൾ എന്നെ നിനക്ക് ഇഷ്ടമല്ല അല്ലേ? അതല്ല, വീട്ടുകാർക്കൊന്നും ഇഷ്ടപ്പെടാതെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേ, എൻ്റെ പെണ്ണേ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ എൻ്റെ മുത്തല്ലേ? നിന്നെ ഞാൻ കണ്ട് ഇഷ്ടപ്പെട്ട് എന്നെ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത് മറ്റൊന്നും കൊണ്ടുമല്ല, നിൻ്റെ സ്വഭാവ മഹിമ കണ്ടിട്ട് തന്നെയാണ്. അതെ, നിന്നെ ഞാൻ എൻ്റെ ഓഫീസിൽ നിർത്തി നിന്നെ ഞാൻ ചെക്ക് ചെയ്തു നന്നായിട്ട്. ശരിക്കും അതെ, നിൻ്റെ മനസ്സും എല്ലാം ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ് നിന്നോട് എനിക്ക് സ്നേഹം തോന്നിയതും എനിക്ക് നിന്നോട് ഇഷ്ടം തോന്നിയതും ഒക്കെ. അല്ലാതെ ഒരിക്കൽ പോലും നീ വിചാരിക്കുന്ന രീതിയിൽ ഇക്ക ഞാൻ. അപ്പോഴേക്കും അവൻ അതാ അവളെ നെഞ്ചോട് ചേർത്തു. റസിയ, നീ വിഷമിക്കരുത്, നീ ഒരിക്കൽ പോലും ദുഃഖിക്കരുത്. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ നിന്നെ ഞാൻ നോക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ആരെന്തൊക്കെ തന്നെ പറഞ്ഞാലും. അല്ല, എന്താ ഇതൊക്കെ? ഇത്രയധികം സ്വർണ്ണാഭരണങ്ങളുമായിട്ട് നീ എന്തിനിപ്പോൾ ഇങ്ങോട്ട്? ഞാനൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ ഒരു സ്ത്രീധനം പൊന്നൊന്നും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഉമ്മാനോടൊക്കെ സ്ത്രീധനം പൊന്നും വാങ്ങുന്ന പ്രശ്നം എനിക്കില്ല, ഞാൻ സമ്മതിക്കില്ലാന്ന്. ഇതൊക്കെ എന്തിനാ ഇത്രയധികം നീ അണിഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത്? പെട്ടെന്ന് തന്നെ വാതിൽ ഒരു മുട്ട് കേൾക്കുന്നു. അനീഫ, അനീഫ, അനീഫ. ഈ ഉമ്മ ഈ സമയത്ത് പെട്ടെന്ന് തന്നെ ഹനീഫ അതാ കട്ടിൽ നിന്ന് എഴുന്നേറ്റു. എന്തോ ഉമ്മ? ആ റസിയാനെ ഇങ്ങോട്ട് വിളിക്കേ. എന്തിനാ? ഇങ്ങോട്ട് വിളിക്കാനാ പറഞ്ഞത്. റസിയ, നിന്നെ ഉമ്മ വിളിക്കുന്നു. റസിയ, ഇവിടെ വന്നാ. അവൾ ശരിക്കും ഭയപ്പെട്ടു. എന്താ അമ്മായി? റസിയ, അതെ, എൻ്റെ ആ പൊന്നും പണ്ടൊക്കെ ഇങ്ങോട്ട് ഊരിക്കാട്ടിക്ക. അതെ, അതൊന്നായിട്ട് ഇട്ടുകാണ്ട് അവിടെയും ഇവിടെ ഇട്ടുകാണ്ട് കേടെടുത്തു ഇങ്ങോട്ട് കൊണ്ടാ അതെല്ലാം. അവൾ പെട്ടെന്ന് തന്നെ അതെല്ലാം അതാ അമ്മായിമ്മ കൊണ്ടുവന്ന ആ ഒരു പെട്ടിയിലേക്ക് ഊരിക്കൊടുത്തു. ഇനി പോയിക്കോ. അതെ, ഒന്നുമില്ലാതെ റസിയ പെട്ടെന്ന് കടന്നു വന്നത് കണ്ടപ്പോൾ അവൻ ഹനീഫ വിചാരിക്കുന്നു, അല്ല ഇതെന്താ തോലൊഴിച്ചോ? ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും ഉമ്മ അതെല്ലാം ഊരിക്കൊണ്ടുപോയോ? റസിയ, വിഷമിക്കണ്ട, ഒരിക്കലും സ്വർണത്തിനും പണത്തിനും ഒന്നുമില്ല. കാരണം ഞാനത് ആഗ്രഹിച്ചിട്ടില്ല. നീ എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉപ്പായെ കൊണ്ട് വാങ്ങിപ്പിച്ചത്? ഇക്ക, അത് പെട്ടെന്നാണ് അത് ഓർത്തത്. അതെ, ഹനീഫ് എങ്ങാനും പൊന്നും പണ്ടും വാങ്ങി വിവരെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നേരം ഓളെ മൊഴി ചൊല്ലി ഇവിടെ കൊണ്ടുവന്നാക്കും. മനസ്സിലായല്ലോ? അത് ഓളെ താഴെ നിങ്ങൾക്ക് 2-3 പെൺകുട്ടികൾ ഇനിയുണ്ടല്ലോ, അവരെയും കെട്ടിക്കേണ്ടി വരും. പിന്നെ മൂത്തോളം മൊഴി ചൊല്ലി ഇവിടെ വീട്ടിൽ വന്നിരിക്കുക എന്ന് പറയുമ്പോഴേ മറ്റുള്ളവരെ കല്യാണമൊന്നും ശരിയാകൂല. അതുകൊണ്ട് പറഞ്ഞേക്കാം, ഹനീഫ ഒരിക്കലും ഇത് അറിയരുത്. അത് ഉമ്മയുടെ ഭീഷണിയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അവൾ മൗനം പാലിച്ചു. അവൾ കണ്ണീർ ഒഴുക്കി. സാരമില്ല, എന്നാലും അത്യാവശ്യത്തിനുണ്ടാനുള്ള ഒരു മാലയും കമ്മലെങ്കിലും അത് വേണമല്ലോ, അതുകൂടെ ഉമ്മ ഊരി വാങ്ങി. ഇക്ക, ചോദിക്കാൻ പോകണ്ട ഒന്നും. എന്താ അത്യാവശ്യം? എൻ്റെ ഭാര്യയ്ക്ക് നിൻ്റെ ഉപ്പ പിതാവ് സമ്മതിച്ചാണെങ്കിൽ അത് വാങ്ങുന്നതിൽ എന്താ തെറ്റ്? വേണ്ടേക്ക, അത് വേണ്ട, ദയവായി. റസിയ, നിൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ അതാ നമ്മുടെ റസിയയും ഹനീഫയും അവരുടെ സന്തോഷ നിമിഷങ്ങളിലേക്ക് അതാ കടന്നു പോകുന്നു. എൻ്റെ പെണ്ണെ, പൊന്നും പണവും ഒന്നുമല്ല ഞാൻ ആഗ്രഹിച്ചത്, എൻ്റെ ഈ കനകക്കൊടുത്തയാണ് ഞാൻ ആഗ്രഹിച്ചത്. രാത്രി ഏറെ വൈകിയിരുന്നു. പുറത്ത് ആകാശത്ത് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നുണ്ടായിരുന്നു. വിവാഹ വീട്ടിലെ പകൽ മുഴുവൻ നീണ്ടുനിന്ന തിരക്കുകളും ആഘോഷങ്ങളും പതിയെ ശാന്തമായിരുന്നു. ബന്ധുക്കളുടെ സംസാരങ്ങളും ചിരികളൊക്കെ ഒക്കെ അകന്നുപോയി. വീടിൻ്റെ ഓരോ മുറിയിലും നിശബ്ദത പടർന്നു തുടങ്ങി. ആ നിശബ്ദതകൾക്കിടയിൽ മനോഹരമായി അലങ്കരിച്ച ആ മുറിയിൽ റസിയ അത് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് ചേർന്നിരിക്കുകയാണ്. വിവാഹവസ്ത്രത്തിൻ്റെ ഭംഗി ഇപ്പോഴും അവളിലുണ്ടായിരുന്നു. കൈകളിലെ മൈലാഞ്ചിയുടെ നിറം കൂടുതൽ തെളിഞ്ഞിരുന്നു. തല താഴ്ത്തിയായിരുന്നു അവളിരുന്നത്. അവളുടെ മനസ്സിൽ ഒരുപാട്
ചിന്തകളായിരുന്നു. ഇനി മുതൽ ഇതാണ് എൻ്റെ ജീവിതം. അവൾ പതിയെ ചിന്തിച്ചു. ഇനി ഞാൻ ഒറ്റയ്ക്കല്ല. എൻ്റെ സന്തോഷവും സങ്കടവും പങ്കിടാൻ ഒരാളുണ്ട്. എൻ്റെ ജീവിതം മുഴുവൻ കൂടെ നടക്കേണ്ട ഒരാൾ. അവളുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ. എന്നാൽ ഹനീഫ അവളെ വാരിപ്പുണർന്നു. അവളുടെ കൈകളിലേക്ക് നോക്കി. മൈലാഞ്ചിയുടെ മനോഹരമായ നിറം. അവൻ പതിയെ ചോദിച്ചു, റസിയ, നീ ക്ഷീണിച്ചോ? റസിയ ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു, ഇല്ല. ഇന്നത്തെ ദിവസം മുഴുവനും എല്ലാവരും നിന്നെ ചുറ്റിപ്പറ്റിയിരുന്നല്ലേ? അവൾ ചിരിച്ചു. അതെ. പിന്നെ അവൻ കുറച്ചു നേരം അവളെ നോക്കിയിരുന്നു. റസിയക്ക് ആ നോട്ടം മനസ്സിലായി. അവൾ ലജ്ജിച്ച് വീണ്ടും തല താഴ്ത്തി. ഹനീഫ പതിയെ അവളുടെ കൈകൾ പിടിച്ചു. റസിയ, എന്താ? ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അധ്യായം തുടങ്ങുകയാണ്. റസിയ അവനെ നോക്കി. ഹനീഫയുടെ ശബ്ദത്തിൽ തമാശയല്ലായിരുന്നു, വളരെ ഗൗരവവും സ്നേഹവും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം ഇന്നു തന്നെ നിന്നോട് പറയണം. റസിയ ശ്രദ്ധയോടെ അവനെ നോക്കി. ഹനീഫ അവളുടെ കൈകൾ തൻ്റെ കൈകളോട് ചേർത്ത് പിടിച്ചു. ഒരിക്കലും നിന്റെ സ്വർണത്തെയോ പണത്തെയോ ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല പൊന്നെ. റസിയയുടെ കണ്ണുകൾ പതിയെ നിറഞ്ഞു. ഹനീഫ് തുടർന്നു, എനിക്ക് വേണ്ടത് നീയാണ്. അവൻ കുറച്ചു നേരം നിശബ്ദനായി. എൻ്റെ ജീവിതത്തിൻ്റെ പാതിയായിട്ട്, എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു കഷ്ണമായിട്ട്, എൻ്റെ പെണ്ണായിട്ട് നീ ഉണ്ടാകണം. റസിയുടെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. ഹനീഫ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. റസിയ, നിൻ്റെ വീട്ടിൽ നിന്ന് നീ കൊണ്ടുവന്നതൊന്നും എനിക്ക് വേണ്ട. സ്വർണം വേണ്ട, പണം വേണ്ട, ഒന്നും സമ്പത്ത് വേണ്ട. ഞാൻ ആദ്യമേ പറഞ്ഞതായിരുന്നു ഇതൊന്നും വേണ്ടെന്ന്. പിന്നെ നീ എന്തിനാ ആഭരണങ്ങളുമായി ഇങ്ങോട്ട് വന്നത്? പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഉമ്മ ആ സ്വർണ്ണമൊക്കെ എടുക്കണമെങ്കിൽ എടുത്തോട്ടെ, നോ പ്രോബ്ലം. ഉമ്മാക്ക് അങ്ങനെ ഒരു ഇതാണ്, സ്വർണവും പണവും സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത് ഉമ്മയുടെ ആദ്യമുള്ള സ്വഭാവമാണ്. അവൻ അവളുടെ കൈകളിൽ പതുക്കെ ഒന്ന് അമർത്തി. എനിക്ക് എൻ്റെ റസിയെ മാത്രം മതി പെണ്ണെ. നിൻ്റെ പണ്ടമോ സ്വർണമോ ഒന്നും എനിക്ക് വേണ്ട. റസിയക്ക് കണ്ണുനീർ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഒരു തുള്ളി കണ്ണുനീർ അവളുടെ കവിളിലൂടെ താഴേക്ക് വീണു. ഹനീഫ് അത് കണ്ടു. എന്തിനാ കരയുന്നത്? റസിയ കണ്ണീർ തുടച്ചു. സന്തോഷം കൊണ്ടാണ്. ഹനീഫയുടെ മുഖത്ത് വീണ്ടും ഒരു പുഞ്ചിരി. അങ്ങനെയാണെങ്കിൽ ഈ കണ്ണുനീർ എനിക്ക് ഇഷ്ടമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ ആദ്യ സാക്ഷിയാണല്ലോ ഇത്. റസിയ ചിരിച്ചു. അവളുടെ ചിരി കണ്ടപ്പോൾ ഹനീഫക്ക് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട നിമിഷമാണിതെന്ന് തോന്നി. അവൻ പതിയെ പറഞ്ഞു, റസിയ, ഒരു വാക്ക് തരാമോ? എന്ത്? എന്നെ വിട്ട് ഒരിക്കലും പോകില്ലെന്ന്. റസിയ അവനെ നോക്കി. ഇൻഷാ അല്ലാ. അവളുടെ ശബ്ദം വിറച്ചു. തീർച്ചയായും. അതേടി, ഞാനും നിൻ്റെ കൂടെ ഉണ്ടാവും. ഹനീഫയുടെ കണ്ണുകളും നനഞ്ഞു. മരണം വരെ. റസിയ തല കുനിച്ചു. അതെ, മരണം വരെ ഞാനുണ്ടാകും. ഹനീഫ വാക്കുകൾ കേട്ടതോടെ അവളുടെ കൈകൾ കൂടുതൽ സ്നേഹത്തോടെ ചേർത്തി പിടിച്ചു. ഇൻഷാ അല്ലാ, ഞാനും. അവൻ പറഞ്ഞു, നിന്നെ ഒരിക്കലും വേദനിപ്പിക്കുന്നത് ഒരു വാക്കുപോലും എൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതിരിക്കട്ടെ. റസിയ പതുക്കെ പറഞ്ഞു, ജീവിതത്തിൽ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ടാകില്ലേ? ഉണ്ടാകും. അപ്പോൾ? ഹനീഫ ചിരിച്ചു. പിണക്കം വന്നാൽ ഞാൻ തന്നെ ആയിരിക്കും ആദ്യം നിന്നോട് സംസാരിക്കുക. ഞാനാണെങ്കിൽ നീയും സംസാരിക്കണം. നീ സംസാരിച്ചില്ലെങ്കിൽ അപ്പോൾ ഞാൻ നിന്നെ ചിരിപ്പിക്കും. റസിയ ചിരിച്ചു. എങ്ങനെ? അതപ്പോൾ നോക്കാം. ഇരുവരും ചിരിച്ചു. പുറത്ത് കാറ്റ് ജനാലയിലൂടെ പതുക്കെ അകത്തേക്ക് വന്നു. മുറിയിലെ തിരശ്ശീലകൾ ചെറുതായി ഇളകി. ആ രാത്രിയുടെ നിശബ്ദതയിൽ അവരുടെ ചിരി മാത്രം മൃദുവായി മുഴങ്ങി. ഹനീഫ പതുക്കെ പറഞ്ഞു, റസിയ, വിവാഹം എന്നത് ഒരുമിച്ചൊരു വീട്ടിൽ കഴിയുന്നതിൻ്റെ പേര് മാത്രമല്ല. അവൾ ശ്രദ്ധിച്ചു കേട്ടു. ഒരാളുടെ മനസ്സ് മറ്റൊരാൾക്ക് മനസ്സിലാകുന്നതാണ്. ഒരാൾ വീണാൽ മറ്റൊരാൾ കൈ പിടിച്ചെഴുന്നേൽപ്പിക്കണം. ഒരാൾ വിഷമിച്ചാൽ മറ്റൊരാൾ ആശ്വസിപ്പിക്കണം. ഒരാൾക്ക് തെറ്റ് സംഭവിച്ചാൽ മറ്റൊരാൾ അത് തിരുത്തി കൊടുക്കണം. സന്തോഷം വന്നാൽ ഒരുമിച്ച് ചിരിക്കണം. ദുഃഖം വന്നാൽ ഒരുമിച്ച് കരയണം. റസിയ പതുക്കെ പറഞ്ഞു, അങ്ങനെയൊരു ജീവിതമാണ് എനിക്കും വേണ്ടത്. ഹനീഫ് അവളെ നോക്കി. അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്ത് തുടങ്ങേണ്ടത്? നമ്മുടെ ജീവിതം. റസിയുടെ മുഖത്ത് മനോഹരമായൊരു പുഞ്ചിരി. ഹനീഫ് അവളുടെ കൈകൾ പിടിച്ചു. ആ നിമിഷത്തിൽ അവൾക്കിടയിൽ ഉണ്ടായിരുന്നത് വെറും വിവാഹബന്ധമല്ലായിരുന്നു, ഒരു വാഗ്ദാനമായിരുന്നു, ഒരു വിശ്വാസമായിരുന്നു, ഒരു ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കേണ്ട സ്നേഹമായിരുന്നു. റസിയ പതുക്കെ ഹനീഫയോട് ചേർന്നിരുന്നു. അവൻ അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. അവളുടെ കണ്ണുകളിൽ ഇന്നും ചെറിയൊരു ലജ്ജയുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ വലുതായിരുന്നു അവളുടെ മനസ്സിലെ സമാധാനം. ഹനീഫ്ക, എന്താടി? എനിക്ക് പേടിയൊന്നുമില്ല. എന്തുകൊണ്ടാ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ. ഹനീഫ്കയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ പറഞ്ഞു,
ഇതാണ് എനിക്ക് കേൾക്കേണ്ടിയിരുന്ന ഏറ്റവും വലിയ വാക്ക്. അവൻ അവളെ കൂടുതൽ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. ആ നിമിഷത്തിൽ അവരുടെ മനസ്സിൽ ഒരേയൊരു പ്രാർത്ഥനയായിരുന്നു, ഈ സ്നേഹം ജീവിതകാലം മുഴുവൻ നിലനിൽക്കട്ടെ, പരസ്പര ബഹുമാനവും വിശ്വാസവും ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കട്ടെ, അവരുടെ വീട്ടിൽ സന്തോഷം നിറയട്ടെ, അവരുടെ ജീവിതത്തിലെ ഓരോ പ്രഭാതവും സന്തോഷത്തോടെ ആരംഭിക്കട്ടെ. രാത്രി കൂടുതൽ ആഴത്തിലായി. പുറത്തെ ലോകം ഉറക്കത്തിലേക്ക് നീങ്ങി. എന്നാൽ ഹനീഫയും റസിയയും അവരുടെ പുതിയ ജീവിതത്തിൻ്റെ സ്വപ്നങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്നു. കുട്ടികളുണ്ടാകുമ്പോൾ അവരുടെ പേരെന്തായിരിക്കണം, വീട് എങ്ങനെയായിരിക്കണം, ഒരുമിച്ച് എവിടേക്ക് യാത്ര പോകണം, പരസ്പരം എങ്ങനെ സന്തോഷിപ്പിക്കണം, ചെറിയ ചെറിയ സ്വപ്നങ്ങൾ, വലിയ വലിയ പ്രതീക്ഷകൾ. റസിയ ഇടയ്ക്കിടയ്ക്ക് ചിരിച്ചു. ഹനീഫ് അവളുടെ ചിരി നോക്കി. എന്താ? ഒന്നുമില്ല. പിന്നെന്തിനെങ്ങനെ നോക്കുന്നത്? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട മനുഷ്യനെ നോക്കുകയാണ് പെണ്ണേ. റസിയ സ്വയം ലജ്ജിച്ച് മുഖം തിരിച്ചു. ഇങ്ങനെയൊന്നും പറയല്ലേ. എന്താ? എനിക്ക് നാണമാകുന്നു. ഹനീഫ് ചിരിച്ചു. എൻ്റെ ഭാര്യയ്ക്ക് നാണം വരുന്നതും കാണാൻ നല്ല ഭംഗിയുണ്ട്. റസിയ വീണ്ടും ചിരിച്ചു. ആ ചിരിയായിരുന്നു ആ രാത്രിയുടെ ഏറ്റവും മനോഹരമായ സംഗീതം. പതിയെ സമയം കടന്നുപോയി. വിവാഹത്തിൻ്റെ ക്ഷീണം അവരുടെ കണ്ണുകളിൽ ഉറക്കം നിറച്ചു. ഹനീഫ് പറഞ്ഞു, റസിയ, ഒരു കാര്യം കൂടി. എന്താ? നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത് ഒരിക്കലും നിർത്തരുത്. റസിയ തലകുനിച്ചു. കോപം വന്നാലും പിണക്കം വന്നാലും ലോകം മുഴുവൻ നമ്മെ എതിർത്താലും. റസിയ അവൻ്റെ കൈ കൂടുതൽ മുറുകെ പിടിച്ചു. നമ്മൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടെങ്കിൽ മതി ട്ടോ, ഹനീഫയുടെ ഹൃദയം പറഞ്ഞു. ഇതാണെൻ്റെ റസിയ. അവൻ സ്നേഹത്തോടെ പറഞ്ഞു. അവൾ പതുക്കെ അവൻ്റെ അരികിലേക്ക് ചാഞ്ഞു. അവൻ അവളെ കരുതലോടെ ചേർത്ത് പിടിച്ചു. അങ്ങനെ അവരുടെ ആദ്യ രാത്രി വെറും ഒരു രാത്രിയായി അവസാനിച്ചില്ല. അതവരുടെ ജീവിതത്തിലെ ഒരു പുതിയ തുടക്കമായി. രണ്ട് കുടുംബങ്ങളിലെത്തിയ രണ്ട് മനുഷ്യർ, രണ്ട് വ്യത്യസ്ത ജീവിതങ്ങൾ, രണ്ട് വ്യത്യസ്ത സ്വപ്നങ്ങൾ അന്നു മുതൽ ഒരേ വഴിയിലൂടെ നടക്കാൻ തുടങ്ങുകയാണ്. എന്നാൽ ഹനീഫയുടെ മനസ്സിൽ ഒരേ ഒരു വാക്ക് മാത്രം, എൻ്റെ റസിയയെ ഞാൻ ജീവിതകാലം മുഴുവനും സന്തോഷിപ്പിക്കണം. റസിയുടെ മനസ്സിലും അതേ പ്രാർത്ഥന, എൻ്റെ ഹനീഫ്കയെ ഒരിക്കലും ഒറ്റപ്പെടുത്തരുതേ. അവൾ പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. അതെ, ഹനീഫയുടെയും റസിയുടെയും ആദ്യരാത്രിയുടെ യഥാർത്ഥ സൗന്ദര്യം ശാരീരികമായ അടുപ്പത്തേക്കാൾ ഏറെ വലുതായിരുന്നു ആ ബന്ധം. അവരുടെ സംസാരം, സ്നേഹത്തിൻ്റെ തുടക്കം, വിശ്വാസത്തിൻ്റെ തുടക്കം. എന്നാൽ അത് ഹനീഫ അവളിൽ അലിഞ്ഞു ചേരുകയാണ്. റസിയയിലൂടെ അവൾ ഈ ലോകത്ത് ആദ്യമായി അനുഭവിക്കുന്ന സുഖത്തിലേക്ക് അവർ രണ്ടുപേരും നടന്നു നീങ്ങുകയാണ്. എന്നാൽ ഈ സമയം ആരിഫയ്ക്ക് ഒരു സുഖവും ഉണ്ടായിരുന്നില്ല. അവൾ മാളികയുടെ താഴെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടന്നു. എൻ്റെ ഇഷ്ടം, എൻ്റെ സ്നേഹമെല്ലാം അവൾ തട്ടിയെടുത്തു. എനിക്ക് കിട്ടേണ്ടതായിരുന്നു അവനെ. എന്നിട്ടിപ്പോൾ അവൾ സുഖിക്കുകയായിരിക്കും ദേഷ്യത്തോടെ. എന്നാൽ അതാ അവളുടെ അമ്മായി പറയുന്നു, എന്താ ആരിഫ, നീ കിടക്കുന്നില്ലേ? കിടക്കട്ടെ. അതെ, അവരെ സംസാരം ചിരിയും കളന്ന് ഈ നോക്കണ്ട. അതും അതിൻ്റെ അപ്പുറമൊക്കെ ഇനി കേൾക്കും. അതൊക്കെ കേട്ട് ഇവിടെ സഹിച്ച് നിൽക്കണം. അല്ലാതെ എന്താ? അമ്മായി, എനിക്ക് സഹിക്കാൻ കഴിയണില്ല. മോളെ, സാരല്ല, ഞാൻ പറഞ്ഞല്ലോ, ഭാര്യ അവളാണെങ്കിലും നീ ഇവിടെ കൂടെ നിൽക്കണം. എല്ലാത്തിനും മനസ്സിലാക്കിക്കോ. അതെ, അവൻ്റെ കാര്യങ്ങളിൽ ഈ ഇടപെട്ടുകൊണ്ട് എനിക്ക് കൂടി അവകാശപ്പെട്ടതാണ് അവന്. ശരിക്കും അമ്മായിയുടെ വാക്കുകൾ കേട്ട് ആരിഫയ്ക്ക് സന്തോഷമായി. എന്നാൽ പാവം റസിയയും ഹനീഫയും ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അവർ അവരുടെ സന്തോഷകരമായ ജീവിതത്തിലേക്ക് അലിഞ്ഞു ചേരുകയായിരുന്നു. എന്തൊക്കെ തന്നെയായാലും ഇൻഷാ അല്ലാ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.